ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ തേർഡ് ചാപ്റ്ററിൻ്റെ നോട്ട്സ് ആണ് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. റെസിസ്റ്റൻസ് ആൻഡ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും. എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആണ് നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ വേർ നഗോഡാസ്, അതായത് ആരായിരുന്നു നഗോഡകൾ? ആരായിരുന്നു? നഗോഡാസ് വേർ ദ സെറികൾച്ചറിസ്റ്റ് ഓഫ് ബംഗാൾ, അതായത് ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡിഡ് ദ കമ്പനി എക്സ്പ്ലോയിറ്റഡ് നഗോഡാസ്, അതായത് കമ്പനി എങ്ങനെയാണ് നഗോഡകളെ ചൂഷണം ചെയ്തത്? എക്സ്പ്ലോയിറ്റ് എന്ന് പറഞ്ഞാൽ ചൂഷണം. എങ്ങനെയായിരുന്നു? they were compelled to do weaving for meager wages, അതായത് കുറഞ്ഞ വേതനത്തിന്. മീഗർ വേജസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വേതനത്തിന് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു. they were made bonded laborers of the company, denying opportunity to seek any other means of livelihood, അതായത് ഉപജീവനത്തിന് മറ്റു മാർഗങ്ങൾ തേടാൻ സാധിക്കാത്ത വിധത്തിൽ കമ്പനിയുടെ തൊഴിലാളികളാക്കി അവരെ മാറ്റി. they were forced to live like slaves under the company, അടിമകൾക്ക് തുല്യമായ ജീവിതം, അതായത് സ്ലേവ്സ് എന്ന് പറഞ്ഞാൽ അടിമകൾ. the workers who were not willing to obey were tortured, അതായത് കമ്പനി ഉദ്യോഗസ്ഥരുടെ തീരുമാനം അംഗീകരിക്കാത്തവരെ ക്രൂരമായി മർദ്ദിച്ചു. ഒബേ എന്ന് പറഞ്ഞാൽ അനുസരിക്കുക. കമ്പനി പറയുന്നത് അനുസരിക്കാത്തവരെ ക്രൂരമായി മർദ്ദിച്ചു, ടോർച്ചർ ചെയ്തു. their properties were seized, വസ്തുവകകൾ പിടിച്ചെടുത്തു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. how did nagodas protest against the policies of the English East India Company, അതായത് നഗോഡകൾ കമ്പനിക്കെതിരെ എങ്ങനെയാണ് പ്രതിഷേധിച്ചത്? എങ്ങനെയായിരുന്നു? നമുക്ക് നോക്കാം. they decided to cut off their thumbs as a protest against the policies of the East India Company, അതായത് അവരെന്തു തീരുമാനിച്ചു? സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റിയായിരുന്നു കമ്പനിക്കെതിരെ പ്രതിഷേധിച്ചത്. തമ്പ് എന്ന് പറഞ്ഞാൽ പെരുവിരൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. who were exploited under the company rule, അപ്പോൾ കമ്പനി ഭരണത്തിൻ്റെ അണ്ടറിൽ, അതായത് ഏതെല്ലാം വിഭാഗങ്ങളായിരുന്നു കമ്പനി ഭരണത്തിൻ്റെ ചൂഷണങ്ങൾക്ക് ഇരയായത്? ആരൊക്കെയായിരുന്നു? ഫാർമേഴ്സ്, അതായത് കർഷകർ, വീവേഴ്സ്, നെയ്ത്തുകാർ, ക്രാഫ്റ്റ്സ്മെൻ, കൈത്തൊഴിലുകാർ, ട്രൈബൽസ്, ഗോത്രവർഗക്കാർ, ഇവരൊക്കെയായിരുന്നു കമ്പനിയുടെ അണ്ടറിൽ ചൂഷണം ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റഡ് ആയത്. What were the strategies adopted by the English East India Company to exploit the agricultural resources in Bengal, അതായത് ബംഗാളിലെ കാർഷിക മേഖലയെ പരമാവധി ചൂഷണം ചെയ്യാൻ കമ്പനി എന്തൊക്കെയാണ് ചെയ്തത്? എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. levied heavy taxes on farmers, അതായത് കർഷകർക്കുമേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. no tax concessions were sanctioned even when drought and flood destroyed the agriculture, അതായത് വരൾച്ചയോ വെള്ളപ്പൊക്കമോ മൂലം കൃഷി നശിച്ചാലും നികുതി ഇളവുകൾ നൽകിയിരുന്നില്ല. ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ വരൾച്ച, ഫ്ലഡ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം. middlemen zamindars were assigned to the duty of collecting tax, അതായത് നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരെ ചുമതലപ്പെടുത്തി. ജമീന്ദാസ് അല്ലെങ്കിൽ മിഡിൽമെൻ എന്ന് പറയുന്നത് ആരായിരുന്നു? ഇടനിലക്കാരായിരുന്നു. നികുതി പിരിച്ചെടുക്കുകയായിരുന്നു ഇവരുടെ ജോലി. imposed the condition that the tax was to be paid in the form of cash, എന്താണത്? നികുതി പണമായി തന്നെ നൽകണം എന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു. the farmers had to depend on sahas, private money lenders, for loans at a high rate of interest, അതായത് ഇവർക്ക് വളരെയധികം നികുതി നൽകണമായിരുന്നു. അപ്പം അതിനു വേണ്ടിയിട്ട് പണത്തിനായി കർഷകർ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ ആശ്രയിക്കേണ്ടി വന്നു. സാഹസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് മണി ലെൻഡേഴ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What were the changes made by company in the agricultural sector of Bengal, അതായത് ബംഗാളിലെ കാർഷിക മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കമ്പനി കൊണ്ടുവന്നത്? എന്തൊക്കെ മാറ്റങ്ങളാണ്? നമ്മൾ കണ്ടിരുന്നു അല്ലേ? the company identified that the fertile fields of Bengal were much favorable for growing the commercial crops like cotton, jute and indigo, അതായത് കമ്പനി എന്ത് കണ്ടെത്തി? ബംഗാളിലെ മണ്ണ് പരുത്തി, ചണം, നീലം എന്നിവ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് കമ്പനി കണ്ടെത്തി.
These were the major raw materials for the ഇൻഡസ്ട്രീസ് ഇൻ ഇംഗ്ലണ്ട്. അതായത് ഇംഗ്ലണ്ടിലെ വ്യവസായശാലകൾക്ക് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കളായിരുന്നു ഈ പരുത്തി, ചണം, നീലം തുടങ്ങിയവ. കോൺസിക്വൻ്റ്ലി they decided to expand its cultivation and forced the farmers to do so. അതായത് ഇവ പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുക്കളായതുകൊണ്ട് തന്നെ അവരെന്തു ചെയ്തു? പരുത്തിയുടെയും ചണത്തിൻ്റെയും കൃഷി വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതിനായി കർഷകരെ നിർബന്ധിച്ചു. The fields that were used only for the cultivation of food crops changed into the plantations of cotton, jute and indigo. അതായത് പരമ്പരാഗതമായി ഭക്ഷ്യവിളകൾ മാത്രം ഉൽപ്പാദിപ്പിച്ചിരുന്ന കൃഷിയിടങ്ങൾ പരുത്തിയുടെയും ചണത്തിൻ്റെയും നീലത്തിൻ്റെയും തോട്ടങ്ങളായി മാറി. പ്ലാന്റേഷൻസ് എന്ന് പറഞ്ഞാൽ തോട്ടങ്ങൾ. സോ ഇതാണ് ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. How did the forest laws imposed by the company adversely affect the tribal life? കമ്പനിയുടെ വനനിയമങ്ങൾ ഗോത്രജനതയുടെ ജീവിതത്തെ എങ്ങനെയൊക്കെയാണ് ബാധിച്ചത്? എങ്ങനെയൊക്കെയായിരുന്നു? These laws gave the company absolute control over the forest. അതായത് ഈ നിയമങ്ങൾ മുഖേന വനങ്ങൾ പൂർണ്ണമായി കമ്പനിയുടെ അധീനതയിലായി. അധീനതയിൽ എന്ന് പറഞ്ഞാൽ അവരുടെ കീഴിലായി. This disturbed the collection of forest products and adversely affected the tribal's traditional farming. അപ്പോൾ ഇങ്ങനെ പരമ്പരാഗതമായി വനങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഗോത്രജനതയെ പ്രതികൂലമായി ബാധിച്ചു. അതോടെ ഗോത്രജനതയുടെ വനവിഭവ ശേഖരണവും പരമ്പരാഗത കൃഷിരീതികളും തടസ്സപ്പെട്ടു. അതായത് ട്രൈബൽസിനെ എങ്ങനെയാണ് കമ്പനി ചൂഷണം ചെയ്തത്? ഫോറസ്റ്റ് ലോസ് ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ലോസ് കമ്പനിക്ക് വനങ്ങളുടെ അല്ലെങ്കിൽ ഫോറസ്റ്റിന് മേൽ മുഴുവനായിട്ടുള്ള അധികാരം ലഭിക്കാനായിട്ട് കാരണമായി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് ഔട്ട് ദ റീസൺസ് ഫോർ ദ ഡിക്ലൈൻ ഓഫ് ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. അതായത് എന്തുകൊണ്ടായിരിക്കാം കൈത്തറി മേഖല തകർന്നത്? എന്തുകൊണ്ടായിരിക്കാം? ദ ലാർജ് സ്കെയിൽ എക്സ്പോർട്ട് ഓഫ് കോട്ടൺ, ദ റോ മെറ്റീരിയൽ ഓഫ് ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ടു ബ്രിട്ടൻ. അതായത് അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു. അതായത് നമ്മുടെ ഹാൻഡ്ലൂം ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള ഒരു അസംസ്കൃത വസ്തു റോ മെറ്റീരിയൽ ആണ് ഏത്? പരുത്തി. അത് അവർ ബ്രിട്ടനിലേക്ക് എക്സ്പോർട്ട് ചെയ്തു, കയറ്റി അയച്ചു. The large scale import of cheaper textiles manufactured in the British factories. ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതങ്ങളായ വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. അതായത് അവിടെയുള്ള ചീപ്പർ ടെക്സ്റ്റൈൽസ്, വില കുറഞ്ഞ തുണിത്തരങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തു. എക്സസീവ് ടാക്സസ് were levied on the clothes made in India. അതായത് ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തി. സോ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് കൈത്തറി മേഖല അല്ലെങ്കിൽ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ഡിക്ലൈൻ ആയത്, തകർന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് സം ഓഫ് ദ റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് ദ കമ്പനി? അതായത് കമ്പനിക്ക് എതിരെ നടന്ന ചെറുത്തുനിൽപ്പുകളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. എന്തൊക്കെയായിരുന്നു? നമ്മൾ കുറച്ച് കണ്ടില്ലേ. Peasant revolts started at the very beginning of the company rule. അതായത് ആദ്യം തുടങ്ങിയത് ഏതായിരുന്നു? കാർഷിക കലാപങ്ങളാണ് ആദ്യം ആരംഭിച്ചത്. It is evident in the സന്യാസി and ഫക്കീർ rebellions that occurred in the end of the 18th century. അപ്പം അതിനുള്ള തെളിവ് ഏതാണ്? 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന സന്യാസി കലാപവും ഫക്കീർ കലാപവും. പിന്നെ നടന്നത് ഇൻ 19th century several rebellions broke out in മലബാർ. മലബാറിൽ 19ാം നൂറ്റാണ്ടിൽ മലബാറിൽ നടന്ന കലാപങ്ങൾ ആരായിരുന്നു അത് ലെഡ് ചെയ്തത്? മാപ്പിള ടെനൻസ് ആണ്. അതുകൊണ്ട് തന്നെ ആർ നോൺ ആസ് ദ മാപ്പിള റെബല്യൻസ്. അതായത് ഈ കലാപങ്ങൾ പാട്ടക്കുടിയാന്മാരായ മാപ്പിളമാരായിരുന്നു നേതൃത്വം കൊടുത്തത്. കലാപങ്ങളെ മാപ്പിള കലാപങ്ങൾ എന്ന് വിളിക്കുന്നു. സിമിലർ അപ്രൈസിംഗ്സ് ബേസ്റ്റ് ഔട്ട് ഇൻ ബംഗാൾ ആൻഡ് വേർ നോൺ ആസ് ഫറൈസി റെബല്യൻസ്. അതായത് ഇതേ കാലയളവിൽ ബംഗാളിൽ നടന്ന സമാന സ്വഭാവത്തിലുള്ള കലാപങ്ങൾ ഫറാസി കലാപങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. സോ ഏതൊക്കെ റെസിസ്റ്റൻസ് ആയിരുന്നു? ഫസ്റ്റ് പെസന്റ് റിവോൾട്സ്, കാർഷിക കലാപങ്ങൾ. അതിനുള്ള തെളിവായിരുന്നു സന്യാസി ആൻഡ് ഫക്കീർ റെബല്യൻസ്. പിന്നെ 19th century മലബാറിൽ ഉണ്ടായതാണ് മാപ്പിള റെബല്യൻസ്, അതായത് മാപ്പിള കലാപങ്ങൾ. പിന്നെയോ സിമിലർ ആയിട്ട് ബംഗാളിൽ ഉണ്ടായതാണ് ഫറൈസി റെബല്യൻസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ മേജർ ട്രൈബൽ ഗ്രൂപ്പ്സ് ദാറ്റ് ഓർഗനൈസ്ഡ് റെബല്യൻ.
കലാപത്തിന് ഇറങ്ങിയ ഗോത്ര വിഭാഗങ്ങൾ ഏതെല്ലാമായിരുന്നു? The Bills in Maratha, the Kolis in Ahmednagar, the Kols in Chota Nagpur, the Sandals in Rajmahal Hills, the Kurichas in Wayanad. അതായത് മറാത്തയിലെ ബീലുകൾ, അഹമ്മദ്നഗറിലെ കോലികൾ, ചോട്ടാ നാഗ്പൂരിലെ കോളുകൾ, രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ, വയനാട്ടിലെ കുറിച്യർ എന്നിവരായിരുന്നു കലാപത്തിന് ഇറങ്ങിയ ട്രൈബൽ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഗോത്രവിഭാഗങ്ങൾ. Write a short note on സാന്താൾ rebellion. സാന്താൾ കലാപത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാം. The Sandals were the inhabitants of the Rajmahal Hills in the Bengal province. സാന്താൾസ് ആരായിരുന്നു? ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താൾ ഗോത്രജനങ്ങൾ താമസിച്ചിരുന്നത്. The Sandal rebellion was the result of exploitation they faced from the company officials and moneylenders. അപ്പോൾ സാന്താൾ റെബല്യന്റെ കാരണമാണ് ഇവിടെ പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് കാരണം? കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിന് ഇരയായ ഗോത്രജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. അതായത് കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണങ്ങൾക്കെതിരായി നടത്തിയ കലാപമാണ് എന്ത്? സാന്താൾ കലാപം. ഇനി എങ്ങനെയാണ് കലാപം ഉണ്ടായത് എന്ന് നോക്കാം. The Rajmahal Hills witnessed the sacrifice of more than 15,000 Sandals in this rebellion. It was under the leadership of Sidhu and Kanhu. അതായത് രാജ്മഹൽ കുന്നുകളിലെ നിണമണിയിച്ച ഈ കലാപത്തിൽ 15,000-ലധികം സാന്താൾ ജനതയാണ് ജീവൻ ബലിയർപ്പിച്ചത്. സിദ്ധുവും കാൻഹുവുമായിരുന്നു ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. സോ ഇതാണ് സാന്താൾ കലാപത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത്. എക്സ്പ്ലെയിൻ അബൌട്ട് ദ റെബല്യൻസ് ഇൻ കേരള. ഇനി കേരളത്തിൽ നടന്നിട്ടുള്ള റെബല്യൻസ് എന്തൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. പഴശ്ശി റിവോൾട്ട് വാസ് വൺ ഓഫ് ദ മേജർ റിവോൾട്ട്സ് ഓഫ് കേരള. അപ്പോൾ പഴശ്ശി റിവോൾട്ട്സിന് കാരണം എന്താണെന്ന് നോക്കാം. ദ ബ്രിട്ടീഷ് ലിഫ്റ്റഡ് പഴശ്ശിരാജാസ് റൈറ്റ് ടു കളക്ട് ടാക്സസ് ഫ്രം കോട്ടയം ഇൻ നോർത്ത് മലബാർ. നോർത്ത് മലബാറിലെ കോട്ടയം എന്ന സ്ഥലത്ത് നിന്നുള്ള ടാക്സ് പിരിക്കാനുള്ള പഴശ്ശിരാജയുടെ അവകാശം ബ്രിട്ടീഷുകാർ എടുത്തു കളഞ്ഞതാണ് ഈ റിവോൾട്ടിന് കാരണം. ഹി ലെഡ് എ ഗൊറില്ല വാർ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ ദ ഫോറസ്റ്റ് ഓഫ് വയനാട്. അപ്പോൾ ഇദ്ദേഹം എന്താണ് ചെയ്തത്? ഗൊറില്ല വാറാണ് നടത്തിയത്, അതായത് ഒളിപ്പോരാണ് നടത്തിയത്. റിവോൾട്ട് എൻഡഡ് വിത്ത് ദ ഡെത്ത് ഓഫ് പഴശ്ശിരാജ. പഴശ്ശിരാജയുടെ മരണത്തോടുകൂടി ഈ റിവോൾട്ട് എൻഡ് ചെയ്തു. ഇതിൽ ഇനിയും കുറച്ച് പോയിന്റ്സ് ഉണ്ട്. സോ നിങ്ങൾക്ക് ചെറുതാക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. ഇനിയും വേണ്ടവർ ടെക്സ്റ്റിൽ നോക്കിയിട്ട് ആരാണ് അസിസ്റ്റൻസ് കൊടുത്തത് എന്നൊക്കെ ഉണ്ട്, അതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. സോ നെക്സ്റ്റ് റിവോൾട്ട് ഏതാണെന്ന് നോക്കാം. ദ ആന്റി ബ്രിട്ടീഷ് റിവോൾട്ട് ഇൻ ട്രാവൻകൂർ വേർ ലെഡ് ബൈ വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവ നടത്തിയ റിവോൾട്ടാണ് അടുത്തത്. അതിന്റെ കാരണം എന്താണ്? ദ കോൺസ്റ്റന്റ് ഇന്റർവെൻഷൻ ഓഫ് the company in the home affairs of Travancore hindered the smooth administration of Dalava. അതായത് കമ്പനി ഈ ട്രാവൻകോറിന്റെ ഭരണത്തിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇടപെട്ടുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് കമ്പനിക്കെതിരെ ദളവ റിവോൾട്ട് നടത്തിയത്. This was the main reason for him to turn against the British. In the famous Kundara proclamation of 1809, Dalava called upon the people to fight against the British. However, he was defeated by the British. ഇനി നേരത്തെ കണ്ട ക്വസ്റ്റ്യന്റെ മലയാളം മീഡിയത്തിനുള്ള ആൻസർ നോക്കാം. കേരളത്തിൽ നടന്ന കലാപങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. എന്തൊക്കെ കലാപങ്ങളായിരുന്നു? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളിൽ ഒന്നായിരുന്നു പഴശ്ശി സമരങ്ങൾ. ആ പഴശ്ശി സമരത്തിന് കാരണം എന്താണ് എന്നാണ് ഇവിടെ പറയുന്നത്. വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. എങ്ങനെയാണ് യുദ്ധം ചെയ്തത്? വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരാണ് പഴശ്ശിരാജ നടത്തിയത്. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് ദളവയായിരുന്ന വേലുത്തമ്പി ആയിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തര ഇടപെടൽ ദളവയുടെ ഭരണത്തെ തടസ്സപ്പെടുത്തി. ഇത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരിയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. 1850 കുണ്ടറയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടി ആഹ്വാനം ചെയ്തു. ഇതാണ് വേലുത്തമ്പിയുടെ പ്രശസ്തമായ കുണ്ടറ വിളംബരം. ബ്രിട്ടീഷുകാർ ആക്രമണം ശക്തിപ്പെടുത്തി അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ പരാജയപ്പെടുത്തി.
ഇനി ഈ പഴശ്ശിരാജയുടെ യുദ്ധത്തിൽ ഇവിടെ കുറച്ച് നേതൃത്വം നൽകിയവരുടെ പേരൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. സോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What were the miserable conditions of sepoys that provoked them to turn against British? ശിപ്പായിമാർ കമ്പനി ഭരണത്തിനെതിരെ തിരിയാനുണ്ടായ കാരണങ്ങൾ എന്തെല്ലാമാണ്? ശിപ്പായിമാർ അല്ലെങ്കിൽ സിപ്പോയ്സ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ആർമിയിലുള്ള, കമ്പനിയുടെ അണ്ടറിൽ ആർമിയിൽ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ ആൾക്കാരാണ് ശിപ്പായിമാർ അല്ലെങ്കിൽ സിപ്പോയ്സ് എന്നറിയപ്പെടുന്നത്. സോ ഇവര് കമ്പനിക്കെതിരെ തിരിഞ്ഞു. അതിനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. മീഗർ വേജസ്, അതായത് തുച്ഛമായ വേതനം, വളരെ കുറഞ്ഞ വേതനം. പ്രൊലോങ്ഡ് വർക്കിംഗ് അവേഴ്സ്, ദീർഘനേരമുള്ള ജോലി. ഡെനിയിങ് ലീവ്, അവധിയില്ലായ്മ, അതായത് ലീവ് ഒന്നും അവർക്ക് കിട്ടിയിരുന്നില്ല. സ്ലേവ് ലൈക്ക് ട്രീറ്റ്മെന്റ് ബൈ സുപ്പീരിയർ ഒഫീഷ്യൽസ്, അടിമകളോട് എന്ന പോലുള്ള മേലുദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം. പുവർ ക്വാളിറ്റി ഫുഡ്, മോശമായ ഭക്ഷണം. ഇത് കൂടാതെ 2 കാരണങ്ങൾ കൂടി താഴെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ടെക്സ്റ്റിൽ, അതും കൂടെ നോക്കാം. In this context, there was a rumor that the cartridges to be used in a gun were greased with the fat of cows and pigs. അതായത് ഈ സമയത്ത് അവിടെ ഒരു റൂമർ, അതായത് പലതരത്തിലുള്ള വ്യാജ വാർത്തകളും പ്രചരിച്ചിരുന്നു. അതെന്തൊക്കെയായിരുന്നു? പട്ടാളക്കാർക്ക് ഇടയിൽ നൽകിയിരുന്ന എൻഫീൽഡ് തോക്കുകൾ ഉപയോഗിക്കേണ്ട വെടിയുണ്ട നിർമ്മിക്കുന്നതിനായി പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്ന വാർത്ത പ്രചരിച്ചിരുന്നു. അതുമാത്രമല്ല, അതുകൂടാതെ another rumors that the bread supplied to the sepoys was made from wheat flour mixed with bone powder. അതായത് ശിപ്പായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടാണെന്ന് വാർത്തയും പരന്നു. അതോടെ സൈനികർ പ്രകോപിതരാവുകയും കലാപത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് were the reasons for the failure of first war of independence? അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്തുകൊണ്ടായിരിക്കാം പരാജയപ്പെട്ടത്, അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം എന്ന് നോക്കാം. Though the revolt was widespread in North India, there was no coordination. അതായത് ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. സംഘടിത സ്വഭാവം അല്ലെങ്കിൽ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുമിച്ചായിരുന്നില്ല, ഒരു ഒത്തൊരുമ ഉണ്ടായിരുന്നില്ല. The company had all the advantages of stronger military power, better weapons and coordination. എന്നാൽ കമ്പനിക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു? കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും കമ്പനിക്കുണ്ടായിരുന്നു. ഇറ്റ് ഫെയിൽഡ് ടു എൻഷ്യൂർ മാസ് സപ്പോർട്ട്. കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു. അതായത് എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. The English educated Indians were against the revolt. അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിനെതിരായിരുന്നു. പിന്നെയോ the rulers of affluent princely states supported the company. അതായത് സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നത്, കമ്പനിക്കായിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നത്. സോ ഇതൊക്കെയാണ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പരാജയപ്പെടാനുണ്ടായ കാരണങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈ ദ റിവോൾട്ട് വാസ് കൺസിഡേർഡ് ആസ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്? അതായത് ഈ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കപ്പെടുന്നത് എന്തുകൊണ്ട്? അതായത് നേരത്തെ നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, അതിന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് വരുന്നത്. സോ ആ സമരത്തെക്കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ സമരത്തെ എന്തുകൊണ്ടാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കപ്പെടുന്നത്, എന്തുകൊണ്ടാണ്? Even though the revolt failed, it was the first mass revolt against the company rule. അതായത് പ്രത്യക്ഷത്തിൽ സമരം പരാജയപ്പെട്ടെങ്കിലും കമ്പനി ഭരണത്തിനെതിരെ നാടിൻ്റെ മോചനത്തിനായുള്ള ആദ്യത്തെ ബഹുജന സമരമായിരുന്നു. ഫെയിലായി എങ്കിലും കമ്പനിക്കെതിരെയുള്ള എല്ലാവരും കൂടിയുള്ള ആദ്യത്തെ സമരമായിരുന്നു. സോ ദ റിവോൾട്ട് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അതുകൊണ്ട് തന്നെ ഈ സമരത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നു. വാട്ട് വാസ് ദ ഹൈലൈറ്റ് ഓഫ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്? അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്തായിരുന്നു? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? The highlight of the revolt was the sense of unity that the people of India upheld irrespective of religion. അതായത് കലാപത്തിന് ഏറ്റവും വലിയ ശക്തി മതത്തിന് അതീതമായി ഇന്ത്യൻ ജനത ഉയർത്തിയ ഐക്യബോധമായിരുന്നു.
ലിസ്റ്റ് ഔട്ട് ദ സെന്റേഴ്സ് ഓഫ് ദ റിവോൾട്ട് ആൻഡ് ദ ലീഡേഴ്സ്. അതായത് കലാപം നടന്ന സ്ഥലങ്ങൾ, നേതൃത്വം നൽകിയവർ എന്നിങ്ങനെ പട്ടികപ്പെടുത്തുക. നമുക്ക് ചെയ്തു നോക്കാം. ദ സെന്റേഴ്സ് ഓഫ് ദ റിവോൾട്ട്, ദ ലീഡേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഝാൻസി, റാണി ലക്ഷ്മിബായ്, കാൺപൂർ, നാനാ സാഹിബ് ആൻഡ് താന്തിയ തോപ്പി, ലക്നൗ, ബേഗം ഹസ്രത് മഹൽ, ഫൈസാബാദ്, മൗലവി അഹമ്മദുല്ല, അര, കൻവർ സിംഗ് തുടങ്ങിയവരായിരുന്നു. ഇനി മലയാളത്തിൽ കലാപം നടന്ന സ്ഥലങ്ങൾ, നേതൃത്വം നൽകിയവർ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതായത് ഝാൻസി, റാണി ലക്ഷ്മിബായ്, കാൺപൂർ, നാനാ സാഹിബും താന്തിയ തോപ്പിയും, ഫൈസാബാദ്, മൗലവി അഹമ്മദുല്ല, ലക്നൗ, ബീഗം ഹസ്രത് മഹൽ, ആര, കൻവർ സിംഗ് തുടങ്ങിയവരായിരുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വെൻ ഡിഡ് ദ റോൾ ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കെയിം ടു ആൻ എൻഡ്? അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചത് എങ്ങനെ അല്ലെങ്കിൽ എപ്പോൾ എന്ന് ചേർക്കാം. ഓക്കെ. The rule of the English East India Company came to an end with the Queen's Proclamation in 1858. അതായത് ബ്രിട്ടീഷ് രാജ്ഞിയുടെ 1858 വിളംബരത്തോടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം അവസാനിച്ചു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. സോ ഇത്രയാണ് നമുക്കിതിൽ നോക്കാനുള്ളത്. സോ ഡിയർ സ്റ്റുഡൻസ്, ഈ ചാപ്റ്ററിൻ്റെ ഇടയിൽ വരുന്ന ടെക്സ്റ്റുവൽ ആക്ടിവിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഓൾറെഡി വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ചാപ്റ്റർ ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിലുള്ള ക്വസ്റ്റ്യൻസ് ആവശ്യമാണെങ്കിൽ ആ വീഡിയോ നോക്കാവുന്നതാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ചാപ്റ്ററിൻ്റെ ഇതുപോലെ വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. സോ ദെൻ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഗീവ് മീ എ ലൈക്ക്. താങ്ക് യു സോ മച്ച്. സീ യു നെക്സ്റ്റ് വീഡിയോ.